നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തനിക്ക് ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തി രേണു രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങളെക്കുറിച്ചും കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ചികിത്സയെക്കുറിച്ചുമൊക്കെ രേണുസുതി തന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെ അറിയിച്ചിരുന്നു. ചികിത്സയുടെ ഭാഗമായുള്ള കീമോതെറാപ്പി ആരംഭിച്ച കാര്യവും നിലവിലെ ശാരീരിക സ്ഥിതിയെക്കുറിച്ചുമൊക്കെ രേണു വീഡിയോകളിലൂടെയും പോസ്റ്റുകളിലൂടെയും പറഞ്ഞിരുന്നു. ഒട്ടേറെ പേർ രേണുവിന് പിന്തുണയുമായും എത്തിയിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും രേണുവിന് പരിഹാസവും ക്രൂരമായ കമന്റുകളുമൊക്കെ നേരിടേണ്ടി വരുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം. കൊല്ലം സുധിയുടെ മരണശേഷം ജീവിതം അടിമുടി മാറിയവരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ കിച്ചുവാണ്. അമ്മയ്ക്ക് പിന്നാലെ അച്ഛനെയും നഷ്ടപ്പെട്ടതോടെ ആകെ ഒരു ശൂന്യതയിലായിരുന്നു കുറച്ചുകാലം കിച്ചു. പിന്നീട് സുധിയുടെ അമ്മയുടെ അടുത്ത് തണൽ ലഭിച്ചതോടെയാണ് കിച്ചു പഠിക്കാനും ഒറ്റപ്പെടലിൽ നിന്നും പുറത്തു വരാനും തുടങ്ങിയത്. ഇന്ന് സ്വന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിലാണ് കിച്ചു. പഠനത്തിനൊപ്പം ബിസിനസ്, സോഷ്യൽ മീഡിയ, ഇൻഫ്ലുവൻസർ എന്നീ നിലകളിലെല്ലാം തിളങ്ങാൻ കിച്ചു പരിശ്രമിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ വഴിയും ഇൻഫ്ലുവൻസറായും നല്ലൊരു വരുമാനം കിച്ചു നേടുന്നുണ്ട്. സുധിയുടെ തറവാട് കൊല്ലത്താണ്. അമ്മയും മൂത്ത സഹോദരനും കുടുംബവും അവിടെയാണ് താമസം. സുധി ജീവിച്ചിരുന്ന കാലത്തോ മരിച്ച ശേഷമോ ഒരിക്കൽ പോലും ആരെയും വിമർശിച്ചോ കുറ്റപ്പെടുത്തിയോ സുധിയുടെ ബന്ധുക്കൾ ആരും രംഗത്ത് വന്നിട്ടില്ല. എന്നാൽ കൊച്ചുമകനെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയതോടെ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് സുധിയുടെ അമ്മ. കിച്ചു തങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണെന്ന് അമ്മ പറയുന്നു. തന്റെ മൂത്ത മകൻ എത്ര കരുതലോടെയാണ് കിച്ചുവിനെ നോക്കുന്നത്, സ്നേഹിക്കുന്നത് എന്നും സുധിയുടെ അമ്മ വെളിപ്പെടുത്തി. MDG വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് സുധിയുടെ അമ്മയുടെ വീഡിയോ പുറത്തു വന്നത്. സുധിയുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. രാവിലെ സുധിയുടെ ഭാര്യ ഡാൻസിന് പോകും, സുധി മിമിക്രി അവതരിപ്പിക്കാനും പോകും. കുഞ്ഞിനെ നോക്കാൻ ആളില്ല. അവൾ കുഞ്ഞിനെ ഒപ്പം കൊണ്ടുപോകാതെ ആയപ്പോഴാണ് സുധി കുഞ്ഞിനെയും കൂടെ കൂട്ടിത്തുടങ്ങിയത്. കുഞ്ഞുമായാണ് അവൻ പ്രോഗ്രാമിന് പോകുന്നതെന്നും സ്റ്റേജിന് പുറകിലാണ് കിടത്തി ഉറക്കുന്നത് എന്നും അറിഞ്ഞപ്പോൾ അവനോട് കുഞ്ഞിനെ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കിച്ചുവിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. കിച്ചുവിനെ എല്ലായിടത്തും സ്വന്തം മോൻ എന്ന് പറഞ്ഞാണ് എന്റെ മൂത്ത മോൻ കൊണ്ടുപോകുന്നത്. അവന്റെ മക്കൾക്ക് കിച്ചു ആങ്ങളയാണ് എന്നും അമ്മ പറഞ്ഞു. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന മകനാണ് കിച്ചു. എല്ലായിടത്തും കൈക്കുഞ്ഞിനെയും കൊണ്ടാണ് സുധി പോയിരുന്നത്. പിന്നീടാണ് രേണു സുധിയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതോടെ കിച്ചുവിന്റെയും സുധിയുടെയും ജീവിതം ആകെ മാറി. രേണുവിന് കിച്ചുവിനോട് വളരെയധികം സ്നേഹമായിരുന്നു. ആ സ്നേഹവും ഇരുവരും തമ്മിലുള്ള അടുപ്പവും കണ്ടാണ് രേണുവിനെ സുധി വിവാഹം ചെയ്തത് പോലും. എന്നാൽ രേണു വിവാഹശേഷം മുൻപുള്ളതുപോലെയല്ല പെരുമാറിയിരുന്നതെന്നും അച്ഛനോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനോ സ്നേഹിക്കാനോ തനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നും കിച്ചു തന്നെ അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു. രേണു സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ച ശേഷം കിച്ചു രേണുവുമായി അകൽച്ചയിലാണ്. ക്യാൻസർ രോഗം ബാധിച്ച് രേണു കിടപ്പിലായ ശേഷം കോട്ടയത്തെ സുധിലയത്തിൽ രേണുവിനെ കാണാനായി കിച്ചു പോയിരുന്നു. എന്നാൽ അന്ന് രേണു ആശുപത്രിയിലായിരുന്നതിനാൽ കിച്ചുവിനെ കാണാൻ കഴിഞ്ഞില്ല. അനിയൻ ഋതുലിനൊപ്പം കുറച്ചു സമയം ചെലവഴിച്ച ശേഷം കിച്ചു മടങ്ങി. എന്നാൽ താൻ മരിച്ചാൽ പോലും കിച്ചു തന്നെ കാണാൻ വരരുത് എന്നാണ് കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞത്. സബ്സ്ക്രിപ്ഷനിൽ രേണു പങ്കുവച്ച വീഡിയോകൾ തന്നെ വിഷമിപ്പിച്ചിരുന്നുവെന്നും കിച്ചു തുറന്നു പറഞ്ഞിരുന്നു. പിന്നാലെയാണ് രേണു കിച്ചുവിനെതിരെ രംഗത്തെത്തിയത്. സ്തനാർബുദം ബാധിച്ച് കഴിഞ്ഞ ഒരു മാസമായി ചികിത്സയിലാണ് രേണു. 6 കീമോയും 1 സർജറിയുമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആക്റ്റീവായി വീഡിയോകൾ ചെയ്യുന്നു എന്നതിനാൽ രേണു സുധിക്ക് അർബുദമില്ലെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിനെതിരെ മരുന്നുകളുടെ പേരും രേണുവിന്റെ അസുഖത്തിന്റെ വിശദ വിവരങ്ങളും പങ്കിട്ട് കുടുംബം രംഗത്തെത്തി. അസുഖത്തിന്റെയോ മരുന്നുകളുടെ വിലയുടെ കാര്യത്തിലോ രേണു പറഞ്ഞതൊന്നും കള്ളമല്ല എന്ന് ബില്ലടക്കം പുറത്തുവിട്ട് സഹോദരി പറഞ്ഞു. എങ്ങനെയെങ്കിലും രേണുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെയാണ് തങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നത് എന്നും കുടുംബം പറഞ്ഞു. രേണുവിന്റെ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. രേണുവിന്റെ രോഗം കള്ളമാണെന്ന് പ്രചരിപ്പിക്കുന്നതോടൊപ്പം അവൾ എടുക്കുന്ന മരുന്നുകളെക്കുറിച്ചും ചില വ്ലോഗേഴ്സ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കണ്ടു. രേണുവിനെ സ്നേഹിക്കുന്നവർ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനാൽ അവർ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്, അല്ലാതെ വ്ലോഗേഴ്സിനെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. രേണുവിന്റെ സ്ഥാനാർബുദം HER2 പോസിറ്റീവ് ആണ്. അതിതീവ്രമായി പടരുന്ന ക്യാൻസർ ആണ്. അവയ്ക്കെതിരെ നൂതനമായ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടാർഗറ്റഡ് തെറാപ്പിയിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഓരോ കീമോയ്ക്കും മുന്നോടിയായി ആ ഇഞ്ചക്ഷൻ കൊടുക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ് രേണുവിന് കീമോയായി കൊടുക്കുന്നത്. അതിനു മുൻപായി ഒരു ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കും. അതിന് 2 ലക്ഷത്തിന് മുകളിലാണ് വില. അക്കാര്യമാണ് രേണു നിങ്ങളോട് പറഞ്ഞത്. 6 കീമോയാണ് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ സർജറിയും ചെയ്യണം. 6 കീമോയ്ക്കൊപ്പം നേരത്തെ നിങ്ങളെ കാണിച്ച ഇഞ്ചക്ഷനും എടുക്കണം. പിന്നെ പലരും ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്കും കിട്ടുമെന്ന് പറയുന്നത് കേട്ടു. അത് എവിടെയാണ് അങ്ങനെ കിട്ടുന്നത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ വലിയ ഉപകാരമായേനെ. ചില ക്യാൻസർ രോഗികൾ വിളിച്ച് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡുകൾ ചിലർ പുറത്തുവിട്ട് കണ്ടു. അതിൽ തങ്ങൾക്കൊന്നും ചികിത്സയ്ക്കും മരുന്നിനും രേണു പറയുന്നത് പോലെ പണം ചിലവായില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്,
ക്യാൻസറിന് പല ടൈപ്സ് ഉണ്ടെന്നും പല സ്റ്റേജസ് ഉണ്ടെന്നും ട്രീറ്റ്മെന്റുകൾ പല ടൈപ്പാണെന്നുമാണ്. HER2 പോസിറ്റീവ് ആണ് എന്നതുകൊണ്ടാണ് 2 ലക്ഷം വിലയുള്ള ആന്റിബോഡി ഇഞ്ചക്ഷൻ രേണുവിന് നൽകേണ്ടി വരുന്നത്. രേണു കള്ളം പറയുന്നതല്ല. എത്ര പേർക്ക് ഇതെല്ലാം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. രേണുവിന് ക്യാൻസർ ആണെന്നത് കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയുന്നവരോട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ക്യാൻസർ വന്ന് ചികിത്സയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരാരും മറ്റൊരു ക്യാൻസർ രോഗിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഓരോ കീമോ കഴിയുമ്പോഴും ശാരീരിക അസ്വസ്ഥതകൾ പലതാണ്. ഛർദി, ലൂസ് മോഷൻ തുടങ്ങി പലവിധ സൈഡ് എഫക്റ്റുകളാണ് രോഗി ആ സമയം അനുഭവിക്കുന്നത് കണ്ട് നിൽക്കാൻ പോലും കഴിയില്ല. അതിൽ നിന്നെല്ലാം റിക്കവറായി വരുമ്പോൾ അടുത്ത കീമോയ്ക്കുള്ള സമയമാകും. രേണു എന്നും ഇങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അവളുടെ കുഞ്ഞ് രേണു തിരിച്ചു വന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവളെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങളെല്ലാം കിടന്നോടുന്നത്. പറഞ്ഞതൊന്നും കള്ളമല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്നും സഹോദരി പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു രേണുവിന്റെ 2ാമത്തെ കീമോ. തളർച്ച കൂടിയതിനാൽ സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം മാറി വിശ്രമത്തിലാണ് രേണുസുതി. അതേസമയം രേണുവിന്റെ അസുഖവും ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവാകുന്നുവെന്ന വാദവും നുണയാണെന്ന തരത്തിൽ പ്രചരിക്കുകയും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവരിൽ ചിലർ രേണുവിനെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഫേസ്ബുക്ക് യൂസറിൽ ഒരാളായ അനു ചന്ദ്ര തന്റെ അഭിപ്രായം കുറിപ്പായി പങ്കിട്ടെത്തി. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നേരിടുന്നവരോട് കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കണം മനുഷ്യരെന്നും അതാണ് മിനിമം മര്യാദയെന്നും അനുചന്ദ്ര കുറിച്ചു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു: രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസർ വിവാദങ്ങളൊക്കെ കാണുകയായിരുന്നു. എന്തൊക്കെയോ യൂട്യൂബേഴ്സ് രേണുവിന് ക്യാൻസർ ഇല്ല, രേണുവിന്റെ കീമോ തട്ടിപ്പാണ് എന്നൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം വരുന്നു. അതിനായി ഒരു തെളിവ് പോലെ ക്യാൻസർ ചികിത്സ തേടുന്ന കീമോ ചെയ്യുന്ന ഏതൊക്കെയോ രോഗികളുടെ വോയിസ് മെസ്സേജും ഇവർ ഒപ്പിക്കുന്നുണ്ട്. അതിൽ പല രോഗികളും പറയുന്നത് അവർക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സ കിട്ടിയെന്നും അതുകൊണ്ട് രേണുവിന്റെ ചികിത്സയ്ക്കായി 2 ലക്ഷം വേണ്ടി വന്നു എന്നൊക്കെ രേണു പറയുന്നത് തട്ടിപ്പാണ് എന്നൊക്കെയാണ്. ഒരു രോഗിയുടെ ചികിത്സാ ചെലവിനെ മറ്റൊരു രോഗിയുടെ ചികിത്സാ ചെലവുമായി താരതമ്യം ചെയ്ത് അയാൾക്കല്ലെങ്കിൽ അവൾക്ക് ക്യാൻസർ ഇല്ല എന്ന നിഗമനത്തിലൊക്കെ എത്താൻ ഇവർക്കൊക്കെ ആവുന്നത് എങ്ങനെയാണ് എന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. കാരണം ക്യാൻസർ ചികിത്സാ ചെലവൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് പലതിനെയുമാണ്. ക്യാൻസറിന്റെ തരം, സ്റ്റേജ്, ഉപയോഗിക്കുന്ന കീമോ മരുന്നുകൾ എന്നിങ്ങനെയുള്ള പലതിനെയും ആശ്രയിച്ചാണ് ആ ചിലവുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു രോഗിയുടെ വോയിസ് മെസ്സേജ് മാത്രം കേട്ട് മറ്റൊരാളുടെ ചികിത്സയെ തട്ടിപ്പെന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല എന്നാണ് എന്റെ അറിവ്. എനിക്ക് അത്ഭുതം തോന്നുന്നതും അതുകൊണ്ടാണ്. പിന്നെ ഈ യൂട്യൂബേഴ്സ് കാണിക്കുന്നതൊക്കെ ശരിക്കും മോശം പരിപാടിയല്ലേ? ഒരു ക്യാൻസർ രോഗിയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? ക്യാൻസർ പോലുള്ള ഗുരുതര രോഗവുമായി പൊരുതുന്നവരോട് മനുഷ്യസഹജമായ സഹാനുഭൂതിയും ഉത്തരവാദിത്വവും കാണിക്കേണ്ട മര്യാദയെങ്കിലും നമുക്കില്ലേ? അല്ലാതെ ഇവരിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? നോക്കൂ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നേരിടുന്നവരോട് കുറെ കൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട് നമ്മൾ. അതാണ് മിനിമം മര്യാദ എന്നായിരുന്നു കുറിപ്പ്. രേണുവിന്റെ രോഗാവസ്ഥയിലും വിമർശനവും വെറുപ്പും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നായിരുന്നു കുറിപ്പിനെ അനുകൂലിച്ച് ചിലർ കുറിച്ചത്. സത്യത്തിൽ രേണുവിനെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നതാണ് മനസ്സിലാകാത്തത്. ഒരു സ്ത്രീക്ക് ഇത്രയും വെറുപ്പ്, അതും രോഗാവസ്ഥയിലായിട്ട് പോലും. ഇവർ ഒരു ദ്രോഹവും ആരോടും ചെയ്തതായി തോന്നിയിട്ടില്ല. അവരുടെ ലൈഫ് അവർ ജീവിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിന് ലോകത്തിലില്ലാത്ത അത്രയും വെറുപ്പ് ആളുകൾ അവരോട് കാണിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരാൾ ജീവിക്കാൻ പോരാടുന്നതിന് ഇത്രയും എതിർപ്പ് മറ്റുള്ളവർ കാണുന്നത്. ഇത്രയുമൊക്കെ കേട്ടിട്ടും ദ്രോഹിക്കപ്പെട്ടിട്ടും അവർ പിടിച്ചു നിൽക്കുന്നില്ലേ? രേണു ശരിക്കും ഉരുക്കു വനിത തന്നെയാണ്. ആളുകൾ അവർ ഇല്ലാതായി കാണാൻ ആഗ്രഹിക്കുന്നു. എന്തുതരം മനുഷ്യരാണ്? യൂട്യൂബ് കൊണ്ട് വിയർക്കാതെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. മറ്റൊരാളുടെ സ്വകാര്യത വിറ്റ് തിന്നുന്ന ഇവറ്റകളെയൊക്കെ പൂട്ടാൻ സർക്കാർ തന്നെ എന്തെങ്കിലും നിയമം കൊണ്ടുവരണം എന്നിങ്ങനെയാണ് കുറിപ്പിന് ലഭിച്ച പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.